എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ദ്വീപുകളുടെ തലസ്ഥാനമായ കവരത്തി ദ്വീപിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. കവരത്തി ദ്വീപിൻ്റെ ഒരു ആകാശ കാഴ്ചയിൽ നിന്ന് തുടങ്ങാം. കവരത്തി ദ്വീപിലെത്തിയപ്പോൾ ചെറിയ മീനുകളുടെ ഒരു വലിയ കൂട്ടമാണ് എന്നെ സ്വാഗതം ചെയ്തത്. സ്വാഗതം ചെയ്തുള്ള കവരത്തി ദ്വീപിൻ്റെ കവാടം കടന്നു ചെല്ലുന്നത് കവരത്തി ടൗണിലേക്കാണ്. മറ്റു ദ്വീപുകളെ അപേക്ഷിച്ച് വാഹന സൗകര്യം ഇവിടെ കൂടുതലുണ്ട്. വെളുത്ത മണൽക്കടൽ തീരങ്ങൾക്കും ശാന്തമായ തടാകങ്ങൾക്കും പേരുകെട്ട സ്ഥലമാണിത്. കണ്ണൂർ നഗരത്തിന് പടിഞ്ഞാറ് 332 കിലോമീറ്റർ, കോഴിക്കോട് നഗരത്തിന് പടിഞ്ഞാറ് 351 കിലോമീറ്റർ, കൊച്ചി നഗരത്തിന് പടിഞ്ഞാറ് 404 കിലോമീറ്റർ അകലത്തിൽ കവരത്തി ദ്വീപ് സ്ഥിതി ചെയ്യുന്നു. കവരറ്റിക്ക് വടക്ക് 24 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത പിട്ടി ദ്വീപാണ് ഏറ്റവും അടുത്ത ദ്വീപ്. വെളുത്ത മണൽ മാത്രമുള്ള ദ്വീപിൽ കടൽ പക്ഷികൾ മാത്രമാണുള്ളത്. ദ്വീപിലെ പ്രാഥമിക വ്യവസായങ്ങളിൽ ഒന്നാണ് ടൂറിസം. സൂര്യപ്രകാശത്തിൽ കുളിക്കാൻ വിനോദസഞ്ചാരികൾ ഇഷ്ടപ്പെടുന്ന വെളുത്ത മണൽ ബീച്ചുകൾ ഈ ദ്വീപിലുണ്ട്. കവരത്തി ദ്വീപിലെ ശാന്തമായ തടാകങ്ങൾ വാട്ടർ സ്പോർട്സിനും നീന്തലിനും അനുയോജ്യമായവയാണ്. നീന്തൽ പഠിക്കുന്ന കുട്ടികളെ ധാരാളമായി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരാൾ കടലിൽ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുകയാണ്. കവരറ്റിയിലെ പവിഴപ്പുറ്റുകൾ നിറഞ്ഞ കടൽ വൈവിധ്യമാർന്ന സമുദ്രജീവികളാൽ സമ്പന്നമാണ്. ലക്ഷദ്വീപുകാർ കൊമ്പിയെന്നും അലങ്കാമെന്നും പറയുന്ന ഒരു ജീവിയാണിത്. ഇതിന്റെ പുറന്തോട് ഒച്ചുപോലുള്ള കടൽ ജീവികളിൽ നിന്നും കടം കൊള്ളുന്നതാണ്. കടൽ തീരത്ത് ധാരാളമായി ഇതിനെ കാണാൻ സാധിക്കും. ഇവ വലുതാകുമ്പോൾ ഇപ്പോഴുള്ള പുറന്തോട് ഉപേക്ഷിച്ച് വലിയതിലേക്ക് കയറും. കേരളത്തിലെ കടൽ തീരങ്ങളെപ്പോലെ മണ്ണിൽ വീടുണ്ടാക്കുന്ന ഞണ്ടുകൾ ഇവിടെയുമുണ്ട്. എല്ലാ സമയത്തും ദ്വീപിന്റെ പല ഭാഗങ്ങളിലായി മീൻ പിടിക്കുന്ന ചെറിയ ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. കവരത്തി ദ്വീപിന്റെ ചുറ്റിലുമായി ദ്വീപിനെ സംരക്ഷിച്ചു നിർത്തുന്ന പ്രകൃതി നിർമ്മിതമായ കോട്ടമതിലുണ്ട്. വേലിയിറക്ക സമയത്ത് അത് കാണാൻ സാധിക്കും. ഇവിടത്തെയും കാഴ്ച കടലിലെ കുളി തന്നെയാണ്. വാർഫിൽ നിന്നും ബോട്ടിൽ നിന്നും കടലിലേക്ക് എടുത്തു കയറുന്ന ലക്ഷദ്വീപുകാരുടെ പലതരം അഭ്യാസങ്ങൾ. കവരത്തി ദ്വീപിൽ നിന്ന് ഒരു സെൽഫി വീഡിയോ. മത്സ്യബന്ധനം, കൃഷി എന്നിവയാണ് ദ്വീപിലെ മറ്റ് പ്രധാന വ്യവസായങ്ങൾ. ദ്വീപിലെ പ്രധാന വിളയാണ് നാളികേരം. എത്ര വലിയ തെരയിലും കല്ലിൽ നിന്ന് പിടിവിടാത്ത ഞണ്ടുകൾ. ലക്ഷദ്വീപുകാരുടെ മീൻപിടുത്തത്തിലുള്ള അപാര കഴിവ് നമുക്കൊന്ന് കാണാം. മനോഹരമായ ഈ കടൽ തീരത്ത് നിന്ന് നമ്മൾ പോകുന്നത് മറ്റൊരു കാഴ്ചയിലേക്കാണ്. ലക്ഷദ്വീപുകാർ ചൂര എന്ന് വിളിക്കുന്ന ടൂണ ഫിഷിനെ പിടിക്കുന്ന കാഴ്ചയിലേക്ക്. ബോട്ടിന്റെ പുറകിൽ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. ഒരാൾ ചെറിയ മീനിനെ കടലിലേക്ക് എറിഞ്ഞു കൊടുക്കും. അതിനെ കഴിക്കാൻ വരുന്ന ടൂണ ഫിഷിനെ ചൂണ്ട പോലുള്ളൊരു ചെറിയ വടി കൊണ്ട് കൊളത്തി ബോട്ടിലേക്കിടും. ഇതാണ് കവരറ്റിയിലെ ലൈറ്റ് ഹൗസ്.
അനാർക്കലി സിനിമയിലെ കുറേ ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ഈ ലൈറ്റ് ഹൗസിൽ വെച്ചാണ്. ഇന്നത്തെ സൂര്യോദയം ചിത്രീകരിക്കുന്നത് ടൈം ലാപ്സിലാണ്. ഓസ്മോ പോക്കറ്റ് ക്യാമറയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കവരത്തി ദ്വീപിൽ കുടുങ്ങിക്കിടക്കുന്ന നന്ദ അപരിചിത കപ്പലിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. ഇതാണ് നന്ദ അപരിചിത കപ്പൽ. SR കമ്പനിയുടെ ഉടമസ്ഥയിലാണ് ഈ കപ്പൽ. 78 മീറ്റർ നീളമുള്ള ചരക്കു കപ്പലാണ് നന്ദ അപരിചിത. ദ്വീപിന്റെ കിഴക്ക് ഭാഗത്ത് സോളാർ പ്ലാന്റിനടുത്ത് കവരത്തി ദ്വീപിന്റെ മുഖമുദ്ര പോലെ കിടക്കുകയാണ് ഇപ്പോഴും ഈ കപ്പൽ. 2010 ഓഗസ്റ്റ് 15 കോഴിക്കോടിന് സമീപമുള്ള ബേപ്പൂരിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് 35,000 ബാഗ് സിമന്റ് കയറ്റി വന്നതായിരുന്നു നന്ദ അപരിചിത. അസാധാരണമായ മോശം കാലാവസ്ഥയിൽ നിയന്ത്രണമില്ലാതെ പാറയിൽ തട്ടി കുടുങ്ങുകയായിരുന്നു. ഇന്ത്യൻ ജലാശയങ്ങളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പവിഴപ്പുറ്റ് ശേഖരം കവരത്തി ദ്വീപിന് ചുറ്റുമുള്ളതാണ്. കപ്പൽ ദ്വീപിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും എന്നതുകൊണ്ട് 2 മാസത്തോളം സമയമെടുത്താണ് കപ്പലിലെ എണ്ണയും സിമന്റും നീക്കം ചെയ്തത്. അതിനുശേഷവും കപ്പൽ കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ ഇവിടെ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. ഇവിടത്തെ കടൽ തീരത്ത് പവിഴപ്പുറ്റുകൾ അടിഞ്ഞുകിടക്കുന്നതും കാണാം. നല്ല തിരയുള്ള കടലായതുകൊണ്ട് സർഫിംഗ് പഠിക്കുന്ന സാഹസികരും ഇവിടെയുണ്ട്. ഇപ്പോൾ കവരത്തി ദ്വീപിന്റെ സുന്ദര കാഴ്ചയായി കപ്പൽ മാറിയിരിക്കുന്നു. ഇവിടെ വലിയൊരു കടലാമയുണ്ട്. ഒരുപാട് പേർക്ക് ലക്ഷദ്വീപ് ഒരു തീരദേശ അവധിക്കാലയിടമായിരിക്കാം. എന്നാൽ ഡോൾഫിൻ കാഴ്ച ഇഷ്ടപ്പെടുന്നവർക്ക് ഡോൾഫിനുകളെ അടുത്ത് കാണാൻ കഴിയുന്ന ഒരിടമാണ് ലക്ഷദ്വീപ്. ഒരു സ്പീഡ് ബോട്ടിനെ പിന്തുടർന്ന് ഡ്രോണിൽ ഷൂട്ട് ചെയ്യുകയാണ് ഞാൻ. അപ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ട് ബോട്ട് നിർത്തിയത്. ഒരു ഡോൾഫിൻ കൂട്ടം. ഞാൻ അതിനടുത്തേക്ക് പോയി. ചിലത് കടലിന് മുകളിലേക്ക് ചാടുന്നു, ചിലത് കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി തിരിച്ചു വരുന്നു. പ്രണയിക്കുന്ന ഡോൾഫിനുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഡോൾഫിനുകളുടെ ഡൈവിംഗ് കഴിവുകൾ കവരത്തി ദ്വീപിന്റെ കടൽ തീരത്തു നിന്നുകൊണ്ട് ആസ്വദിക്കാൻ സാധിക്കും. ഡോൾഫിൻ കാഴ്ച കൂടാതെ കയാക്കിംഗ്, സ്നോർക്കലിംഗ്, സ്കൂബ ഡൈവിംഗ്, സീ ഫിഷിംഗ് തുടങ്ങി നിരവധി വാട്ടർ സ്പോർട്സ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. കടൽ തീരത്ത് തന്നെ വലിയൊരു മത്സ്യം. ലക്ഷദ്വീപുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് നീരാളി. വളരെ എളുപ്പത്തിൽ മത്സ്യത്തെ അവർ കുത്തിപ്പിടിക്കുന്നു. സുന്ദരനായ ഒരു കടൽപ്പാമ്പ് വീഡിയോ എടുത്തു തുടങ്ങിയപ്പോഴേക്കും കല്ലുകൾക്കിടയിൽ പോയി ഒളിച്ചു. ഇനി നമ്മൾ പോകുന്നത് കടലിനടിയിലേക്കാണ്. കടലിനടിയിലെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയിലേക്ക്. കടലിനടിയിലെ കാഴ്ചകൾ കാണാനുള്ള ആകാംക്ഷയിലാണ് ഞാൻ ഈ ബോട്ടിലിരിക്കുന്നത്. ഗോപ്രോ ക്യാമറയിലാണ് കടലിനടിയിലെ ആ മായക്കാഴ്ചകൾ ചിത്രീകരിക്കുന്നത്. ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുകയാണ് ഒരു പരിശീലകൻ. നീന്തൽ അറിയാത്തവർക്കും കടലിനടിയിൽ പോകാം. ഒരു പരിശീലകൻ മറ്റൊരു ക്യാമറയുമായി എൻ്റെ കുറേ വീഡിയോകൾ എടുത്തുകൊണ്ടിരുന്നു. പലതരം മത്സ്യങ്ങൾ, പല വലിപ്പത്തിലും കളറുകളിലുമുള്ളത്. ചെറിയൊരു കവറിൽ പരിശീലകൻ മീനുകൾക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെള്ളത്തിൽ കലക്കിയപ്പോൾ മീനുകൾ കൂട്ടമായി വന്നുകൊണ്ടിരുന്നു.
ഇപ്പോൾ എന്നെ തനിച്ചു വിട്ടിരിക്കുന്നു. മീനുകളുടെ ഭക്ഷണം എൻ്റെ കയ്യിൽ തന്നു. ഒരു മായാലോകത്ത് എത്തിയതുപോലെ എനിക്ക് തോന്നി. വീണ്ടും കടലിനടിയിലൂടെ വ്യത്യസ്ത കാഴ്ചകളിലേക്ക്. പല സ്ഥലത്തും വ്യത്യസ്തങ്ങളായ മത്സ്യങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് സിഗ്നലിലൂടെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും തിരിച്ച് ബോട്ടിനടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതൊരു മായാ കാഴ്ചയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ലക്ഷദ്വീപിലെ മറ്റൊരു അത്ഭുതം. കടലിനടിയിൽ കാണുന്ന ആ പലതരം നിറങ്ങൾ എല്ലാം അത്ഭുത കാഴ്ചകളാണ്. കൊച്ചി നഗരത്തിനും ലക്ഷദ്വീപ് ദ്വീപുകൾക്കുമിടയിൽ സഞ്ചരിക്കുന്ന ക്രൂയിസ് കപ്പലാണ് MV കവരത്തി. വിശാഖപട്ടണത്തിലെ ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. MV കവരത്തി ലക്ഷദ്വീപ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. മൊത്തം 700 യാത്രക്കാരും 200 ടൺ ചരക്കും ഉൾക്കൊള്ളാൻ കപ്പലിന് സാധിക്കും. 120 മീറ്റർ നീളമുള്ള കപ്പൽ ഇന്ത്യയിൽ ഇതുവരെ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പാസഞ്ചർ കപ്പലാണ്. കപ്പലിന് 6 ഡെക്കുകളാണുള്ളത്. ഏറ്റവും മുകളിൽ ഹെലിപാഡുള്ള തുറന്ന ഡെക്ക്. 5-ാമത്തെ ഡെക്കിൽ ഒരു നീന്തൽ കുളവുമുണ്ട്. മുൻവശത്ത് ഒരു വിനോദസഞ്ചാര ഹാളും 4-ാമത്തെ ഡെക്കിൽ പിൻവശത്ത് ഒരു കഫ്തേരിയയുമുണ്ട്. ഒരു ആശുപത്രിയും ഒരു വിവര ഡെസ്കും 3-ാം ഡെക്കിലാണ്. വലിയ കപ്പലായതുകൊണ്ട് കവരത്തി വാർഫിലേക്ക് കപ്പൽ അടുക്കുകയില്ല. അതുകൊണ്ട് ആഴക്കടലിൽ കിടക്കുന്ന കപ്പലിലേക്ക് ഒരു ബോട്ടിൽ കയറിയാണ് യാത്ര ചെയ്യുന്നത്. ഇനിയും ദ്വീപിലേക്ക് വരണമെന്ന ആഗ്രഹത്തോടെ കവരത്തി ദ്വീപിന്റെ മനോഹരവും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളിൽ നിന്ന് MV കവരത്തി കപ്പലിൽ തിരിച്ച് കേരളത്തിലേക്ക്. ലക്ഷദ്വീപ് കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായി വരുമെന്ന പ്രതീക്ഷയോടെ സജീഷ്.